കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ മ്യൂസിക് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ കൂടിയ ജനങ്ങളുടെ ആവേശം അതിര് കടക്കുകയായിരുന്നു. ഇന്ത്യയിലെ ജനപിന്തുണയുള്ള നേതാവ് ആര് എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ഈ രംഗങ്ങൾ. ഈ നോർത്ത് ഈസ്റ്റ് മ്യൂസിക് ഫെസ്റ്റിവലിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴുള്ള ആവേശകരമായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോക്സഭാ ഉപാധ്യക്ഷൻ ഗൗരവ് ഗഗോയിയോടും മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് MP ബിമോൽ അക്കോയ്ജാമിനോടും ഒപ്പമാണ് അദ്ദേഹം ഈ മ്യൂസിക് ഫെസ്റ്റിവൽ ആസ്വദിക്കാനായി എത്തിയത്. അദ്ദേഹം കടന്നുവരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. അദ്ദേഹത്തിന്റെ ഈ നടന്നു വരുന്ന പോസ്റ്ററും ബോഡി ലാംഗ്വേജും കാണുമ്പോൾ എത്രയും ഫിറ്റും എത്ര കോൺഫിഡന്റുമാണ് അദ്ദേഹം എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ആവേശത്തോടെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ വളരെ സൗമ്യതയോടെ നിറഞ്ഞ ചിരിയോടെ മാന്യമായി അദ്ദേഹം പറയുകയാണ്, ഈ ആഘോഷവേള തടസ്സപ്പെടുത്താതെ ആദ്യം ഇത് എൻജോയ് ചെയ്യൂ എന്ന്. ഇവിടെ വേദിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ കാഴ്ചക്കാർ ആവേശത്തോടെയാണ് അദ്ദേഹവുമായി ഹസ്തദാനം ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരും ജെൻസി കുട്ടികളുമാണ് അമിതമായ ആവേശത്തോടെ അദ്ദേഹത്തിന് ഒരു ഹസ്തദാനം ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹം ഈ മ്യൂസിക് ഫെസ്റ്റിവൽ ആസ്വദിക്കുന്നതിൻ്റെ മറ്റ് ചില ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികൾ ആവേശത്തോടെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നതും അദ്ദേഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നതും. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ വാഡ്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേരുകേട്ട റാപ്പറായ ദുരന്തർ ഫെയിം റിബൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡയാഫി ലുമാറെ ആണ്. അദ്ദേഹം ഈ മ്യൂസിക് ഫെസ്റ്റിവൽ ആസ്വദിക്കുന്നതിന്റെ ചില ചിത്രങ്ങളാണ് ഇത്. ഈ ചിത്രത്തിൽ ലോക്സഭാ ഉപാധ്യക്ഷൻ ആസാമിൽ നിന്നുള്ള കോൺഗ്രസ് MP ഗൗരവ് ഗഗോയിയും പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ വാദ്രയുമാണ് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത്. അദ്ദേഹം ഇവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചിത്രങ്ങളാണ് ഇത്. രാഹുൽ ഗാന്ധിയോടൊപ്പം ഉള്ളത് മണിപ്പൂരിൽ നിന്നുള്ള MP ബിമോൽ അക്കോയ്ജാമാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയും ബിമോൽ അക്കോയ്ജാമും ഇരുന്ന് ഈ മ്യൂസിക് ഫെസ്റ്റിവൽ വാച്ച് ചെയ്യുന്ന ചിത്രമാണ് ഇത്. അദ്ദേഹം സ്റ്റേജിൽ എത്തിയപ്പോഴുള്ള ആളുകളുടെ പ്രതികരണം വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഇത്. അദ്ദേഹത്തോടുള്ള അടങ്ങാത്ത ആവേശം ക്രഷ് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി പങ്കുവച്ച ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. ആ പെൺകുട്ടി ലവ് സിംബൽ കാണിച്ച് ചൂണ്ടുന്നത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നിടത്തേക്ക് ആണ്. എത്ര വലിയ ആവേശമാണ് ഇന്ത്യയിലെ ജൻസിക്കും യുവജനതയ്ക്കും രാഹുൽ ഗാന്ധി എന്നത് വളരെ വ്യക്തമാക്കുന്നതാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഈ നോർത്ത് ഈസ്റ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ വലിയ ആവേശകരമായി തീർത്തു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം മണിപ്പൂരിൽ നിന്നുള്ള 2 ലോക്സഭാ സീറ്റുകളും കരസ്ഥമാക്കിയത് കോൺഗ്രസ് ആണ് എന്ന്. BJP ആണ് അവിടെ ഭരിച്ച് മണിപ്പൂരിനെ യുദ്ധഭൂമിയാക്കി നശിപ്പിച്ച് കുളം തോണ്ടിയത് എന്നും നമുക്കറിയാം. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2 സീറ്റുകളും നൽകി ജനങ്ങൾ കാണിച്ചു കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന രംഗങ്ങളാണ് ഇത്. ഈ പോകുന്ന വഴിക്കും അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങളെ നിരാശപ്പെടുത്താതെ കഴിയുന്ന അത്രയും ആളുകൾക്ക് ഹാൻഡ് ഷേക്ക് നൽകിയാണ്
അദ്ദേഹം ഈ മ്യൂസിക് ഫെസ്റ്റിവൽ കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നത്. മാത്രവുമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?